ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസിദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്ത് സന്ദർശിക്കും. സോമനാഥ് അമൃത് പർവിന്റെ സമാപന ചടങ്ങിൽ പങ്കെടുക്കും. ജനാധിപത്യത്തിന്റെ അടിത്തറ ശക്തിപ്പെടുത്തുന്നതിൽ ഭരണഘടനയും നീതിന്യായ വ്യവസ്ഥയും നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. വിനോദസഞ്ചാരം, ആരോഗ്യ സംരക്ഷണം തുടങ്ങി 8 മേഖലകളിലെ കരാറുകളിൽ ഇന്ത്യയും ട്രിനിഡാഡ് ആന്റ് ടൊബാഗോയും ഒപ്പുവച്ചു. പുനരുപയോഗ ഊർജ്ജശേഷിയിൽ ആഗോളതലത്തിൽ ഇന്ത്യ 3ാം സ്ഥാനത്തെത്തി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ തുടക്കമാകും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്ത് സന്ദർശിക്കും. സോമനാഥ് അമൃത് പർവ് 2026ന്റെ സമാപന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും. ഇതോടനുബന്ധിച്ച് നടക്കുന്ന പൊതുസമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. സോമനാഥ് ക്ഷേത്രത്തിലെ ആദ്യ നവീകരണത്തിന് 75 വർഷം പൂർത്തിയാകുന്നതുമായി ബന്ധപ്പെട്ടാണ് അമൃത് പർവ് സംഘടിപ്പിച്ചിരിക്കുന്നത്. വഡോദരയിലെ സർദാർ ധാം ഹോസ്റ്റലും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിത്തറ ശക്തിപ്പെടുത്തുന്നതിൽ ഭരണഘടനയും നീതിന്യായ വ്യവസ്ഥയും നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത രചിച്ച 2 പുസ്തകങ്ങൾ ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഒരു സമൂഹം എന്ന നിലയിൽ രാജ്യം പൊതുജന വിശ്വാസം വിജയകരമായി നിലനിർത്തിയിട്ടുണ്ടെന്നും ശ്രീ അമിത് ഷാ പറഞ്ഞു. हमारे संविधान निर्माताओं ने संवाद, मर्यादा और संतुलन तीनों को बनाए रखने के लिए बहुत अच्छे तरीके से एक स्पिरिट के साथ संविधान को लिखा. लोकतंत्र की मजबूती टकराव से नहीं है, बल्कि संस्थागत संतुलन और पारस्परिक मर्यादाओं से ही होती है. और जब मैं पारस्परिक मर्यादा की बात करता हूं, तब इसकी स्पिरिट के रूप में हमारे संविधान ने स्वीकृति कई जगह पे दी. അസമിൽ പുതിയ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഘാനപാരയിലെ വെറ്റിനറി കോളേജ് കളിസ്ഥലത്ത് നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കും. നിയുക്ത മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയെ അസം ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ സംസ്ഥാനത്ത് പുതിയ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിച്ചു. തുടർച്ചയായ 3ാം തവണയാണ് അസമിൽ NDA അധികാരത്തിൽ എത്തുന്നത്. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം വൈകുന്നു. പുതിയ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കൈക്കൊള്ളുമെന്ന് പാർട്ടി അറിയിച്ചു. തമിഴ്നാട് നിയമസഭാ സമ്മേളനം ഇന്ന് ആരംഭിക്കും. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാർക്ക് പ്രോടെം സ്പീക്കർ MV കറുപ്പയ്യ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. എല്ലാ അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ഇന്നോ നാളെയോ സ്പീക്കറെ തെരഞ്ഞെടുക്കും. TVK അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായ C. ജോസഫ് വിജയ് നയിക്കുന്ന പുതിയ സർക്കാർ ഈ മാസം 13-ന് മുൻപ് ഭൂരിപക്ഷം തെളിയിക്കണം. ഉദയനിധി സ്റ്റാലിനാണ് DMK-യുടെ നിയമസഭാ കക്ഷി നേതാവ്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി N. രംഗസ്വാമി ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. AINRC-യുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയതിനെ തുടർന്നാണ് 5ാം തവണയും ശ്രീ രംഗസ്വാമി അധികാരത്തിലേറുന്നത്. വിനോദസഞ്ചാരം, ആരോഗ്യ സംരക്ഷണം, അടിസ്ഥാന സൌകര്യങ്ങൾ, ആയുർവേദം എന്നിവ ഉൾപ്പെടെ 8 മേഖലകളിലെ കരാറുകളിൽ ഇന്ത്യയും ട്രിനിഡാഡ് ആന്റ് ടൊബാഗോയും ഒപ്പുവച്ചു. വിദേശകാര്യമന്ത്രി S. ജയശങ്കറിന്റെ കരീബിയൻ രാഷ്ട്ര സന്ദർശന വേളയിലാണ് ഇരു രാജ്യങ്ങളും ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചത്. ഇന്ത്യൻ കുടിയേറ്റക്കാർ ആദ്യം താമസിച്ചിരുന്ന നെൽസൺ ദ്വീപിന്റെ അടിസ്ഥാന സൌകര്യ നവീകരണം, വെസ്റ്റ് ഇൻഡീസ് സർവകലാശാലയിൽ ആയുർവേദത്തിൽ ഇന്ത്യൻ ചെയർ സ്ഥാപിക്കൽ എന്നിവയ്ക്കായി ഇരുപക്ഷവും തമ്മിൽ ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പുനരുപയോഗ ഊർജ്ജശേഷിയിൽ ആഗോളതലത്തിൽ ഇന്ത്യ 3ാം സ്ഥാനത്തെത്തിയതായി മോർഗൻ സ്റ്റാൻലി റിപ്പോർട്ട്. പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയത്തിന്റെ ഡാറ്റ പ്രകാരം ആഭ്യന്തര സോളാർ മൊഡ്യൂൾ ശേഷി 2024-ൽ 38 ജിഗാവാട്ടിൽ നിന്ന് 2025-ൽ 74 ജിഗാവാട്ടായി. സോളാർ സെല്ലിന്റെ ശേഷിയും 9 ജിഗാവാട്ടിൽ നിന്ന് 25 ജിഗാവാട്ടായി വർദ്ധിച്ചു. ഇന്ത്യയിലെ ഫോസിൽ ഇതര ഇന്ധനശേഷി 262.7 ഗിഗാവാട്ടിലും എത്തിയതായി മന്ത്രാലയം റിപ്പോർട്ടിൽ പറയുന്നു. കേന്ദ്ര ബാങ്കിംഗ് മേഖലയിലെ സഹകരണം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും യൂറോപ്യൻ സെൻട്രൽ ബാങ്കും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. സ്വിറ്റ്സർലാൻഡിലെ ബേസിൽ നടന്ന ബാങ്ക് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റ്സ് മീറ്റിംഗിൽ RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയും ECB പ്രസിഡന്റ് ക്രിസ്റ്റീൻ ലഗാർഡും ചേർന്നാണ് കരാറിൽ ഒപ്പുവച്ചത്.
ഇതിലൂടെ കേന്ദ്ര ബാങ്കിംഗ് രീതികളിലും സാമ്പത്തിക മേഖലാ വികസനത്തിലും സ്ഥാപനപരമായ ഇടപെടലും സഹകരണവും കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി RBI അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ്_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഹാൻഡ വൈറസ് രോഗലക്ഷണങ്ങളെ തുടർന്ന് സ്പെയിനിൽ ക്രൂയിസ് കപ്പലിലെ യാത്രക്കാരെയും ജീവനക്കാരെയും അവരുടെ സ്വന്തം രാജ്യങ്ങളിലേക്ക് ഒഴിപ്പിച്ചു തുടങ്ങി. അതേസമയം കപ്പലിലെ 2 ഇന്ത്യക്കാരും സുരക്ഷിതരാണെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു. 2 ഇന്ത്യക്കാർ ഉൾപ്പെടെ 150ഓളം പേരെ വഹിച്ചുകൊണ്ട് MV ഹോണ്ടിയസ് കപ്പൽ ഇന്നലെ സ്പെയിനിൽ എത്തി. ലോകാരോഗ്യ സംഘടനയും സ്പാനിഷ് അധികൃതരും പുറപ്പെടുവിച്ച പ്രോട്ടോകോളുകൾ പാലിച്ചാണ് യാത്രക്കാർ ഇറങ്ങിയതെന്ന് എംബസി അറിയിച്ചു. ക്രൂ അംഗങ്ങളായി ജോലി ചെയ്തിരുന്ന 2 ഇന്ത്യക്കാരെ നെതർലാൻഡ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവർ ക്വാറന്റൈനിൽ തുടരും. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് ജയം. ഇന്നലെ നടന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മുംബൈ ഇന്ത്യൻസിനെ 2 വിക്കറ്റിനാണ് പരാജയപ്പെടുത്തിയത്. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗിന് ഇറങ്ങിയ മുംബൈ ഇന്ത്യൻസ് നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 166 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു 8 വിക്കറ്റ് നഷ്ടത്തിൽ അവസാന പന്തിൽ ലക്ഷ്യം കണ്ടു. മറ്റൊരു മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ 5 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ഇന്ന് രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. ഏഷ്യൻ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ തുടക്കമാകും. ഏഷ്യയിലെ ഏറ്റവും വലിയ ഭാരോദ്വഹന മത്സരങ്ങളിൽ ഒന്നായ ഈ ചാമ്പ്യൻഷിപ്പിൽ 28 രാജ്യങ്ങളിൽ നിന്നുള്ള 180ഓളം താരങ്ങൾ മത്സരിക്കും. ഇന്ത്യ ആദ്യമായാണ് ഈ മത്സരത്തിന് ആതിഥേയത്വം വഹിക്കുന്നത്. ഈ മാസം 17-ന് ചാമ്പ്യൻഷിപ്പ് സമാപിക്കും. പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഏറ്റവും പുതിയ US നിർദ്ദേശത്തിന് ഇറാൻ ഔദ്യോഗികമായി മറുപടി നൽകി. ചർച്ചകൾ നടക്കുന്ന ഈ ഘട്ടത്തിൽ മേഖലയിലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിലായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയെന്ന് ഇറാൻ ദേശീയ മാധ്യമം സ്ഥിരീകരിച്ചു. വിശദാംശങ്ങളിലേക്ക്. യുദ്ധം 3-ാം മാസത്തിലേക്ക് കടക്കുമ്പോൾ നയതന്ത്ര ശ്രമങ്ങൾ ശക്തമായിരിക്കുകയാണ്. US പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ഖത്തർ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി ചർച്ചകൾ നടത്തുന്നതിനിടെയാണ് ഈ നീക്കം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള തർക്കത്തിൽ ഹോർമുസ് കടലിടുക്ക് പ്രധാന സംഘർഷ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ടെഹ്റാനെതിരായ US ഉപരോധങ്ങൾ പാലിക്കുന്ന രാജ്യങ്ങളുടെ കപ്പലുകൾ ഈ ജലപാത ഉപയോഗിക്കുമ്പോൾ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഇറാനിയൻ സൈനിക ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി. ഇറാന്റെ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ഏത് ആക്രമണവും മേഖലയിലുടനീളമുള്ള US ലക്ഷ്യങ്ങൾക്ക് നേരെ പ്രത്യാക്രമണത്തിന് കാരണമാകുമെന്ന് റവല്യൂഷണറി ഗാർഡ് അറിയിച്ചു. ദോഹയ്ക്ക് വടക്കുകിഴക്കായി ചരക്ക് കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായതിന് പിന്നാലെയാണ് ഈ ഭീഷണികൾ ഉയർന്നത്. അതിനിടെ ലെബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 22 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ വ്യാഴാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ദേശീയ സാങ്കേതിക ദിനം. 1998 മെയ് 11-ന് ഓപ്പറേഷൻ ശക്തി എന്ന പേരിൽ പ്രൊഖാനിൽ ആണവ പരീക്ഷണം നടത്തിയ ദിവസത്തെ അനുസ്മരിക്കാനാണ് എല്ലാ വർഷവും ദേശീയ സാങ്കേതിക ദിനം ആഘോഷിക്കുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നലെ അവലോകനം ചെയ്തു. ന്യൂഡൽഹിയിൽ നടന്ന ഉന്നതതല യോഗത്തിൽ വെള്ളപ്പൊക്കവും ഉഷ്ണതരംഗ സാഹചര്യവും ഉൾപ്പെടെ നേരിടുന്നതിൽ കേന്ദ്ര സർക്കാർ ഏജൻസികളുടെ സന്നദ്ധത അദ്ദേഹം വിലയിരുത്തി. പാകിസ്ഥാനിൽ ഖൈബർ പ്രവിശ്യയിലെ പോലീസ് പോസ്റ്റിൽ നടന്ന ചാവേർ ആക്രമണത്തിൽ 15 സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. പോലീസ് പോസ്റ്റിലേക്ക് വരികയായിരുന്ന സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനത്തിന് നേരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വെടിയുതിർത്തതിനെ തുടർന്നാണ് സ്ഫോടനം ഉണ്ടായത്. ഒരു സംഘം തോക്കുധാരികൾ സ്ഫോടനത്തിന് ശേഷം പോലീസ് പോസ്റ്റിന് നേരെ ആക്രമണവും നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്ത് സന്ദർശിക്കും. സോമനാഥ് അമൃത് പർവിന്റെ സമാപന ചടങ്ങിൽ പങ്കെടുക്കും. ജനാധിപത്യത്തിന്റെ അടിത്തറ ശക്തിപ്പെടുത്തുന്നതിൽ ഭരണഘടനയും നീതിന്യായ വ്യവസ്ഥയും നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വിനോദസഞ്ചാരം, ആരോഗ്യ സംരക്ഷണം തുടങ്ങി 8 മേഖലകളിലെ കരാറുകളിൽ ഇന്ത്യയും ട്രിനിഡാഡ് ആന്റ് ടൊബാഗോയും ഒപ്പുവച്ചു. പുനരുപയോഗ ഊർജ്ജശേഷിയിൽ ആഗോളതലത്തിൽ ഇന്ത്യ 3-ാം സ്ഥാനത്തെത്തി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ തുടക്കമാകും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30-ന്.